തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ മകനെ തേച്ചുകൊണ്ട് പോയ നായികയാണ്. ഞാൻ എൻ്റെ കുടുംബത്തിലെത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് അന്യരായിരിക്കാം, പക്ഷെ എനിക്ക് അന്യരല്ല. അത് ചിദംബരമായാലും അപ്പുറത്തിരിക്കുന്ന സഞ്ജയായാലും അവിടെ കൈപൊക്കി കാണിച്ചിട്ടാണ് പറഞ്ഞത്. എൻ്റെ കാര്യൂടെ പറയണോ, ഞാൻ ആ കുടുംബാംഗമാണ്, അതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. നമ്മുടെ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല. എവിടെയൊക്കെയോ മനുഷ്യരുടെ ബന്ധങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ലൊക്കേഷനും ഓരോ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ. എനിക്ക് ജിസിൻ്റെ സൺഡേ ഹോളിഡേയ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആസിഫുമായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആസിഫിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അടുത്ത പടം കുഞ്ചാക്കോ ബോബനാണ് നായകൻ. അവിടെ ഞാൻ അച്ഛനാണ്. 2 ലൊക്കേഷനും ഒരു വീളം, 2 സിനിമ എത്രയോ കാലങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താണ് ഈ വീടുമായിട്ട് എനിക്കുള്ള ബന്ധം, ഈ മനുഷ്യനുമായിട്ടുള്ള ജിസ് എന്ന് പറയുന്ന ഈ സംവിധായകനുമായിട്ടും ഈ നടന്മാരുമായിട്ടും എനിക്ക് എന്താണ് റിലേഷൻസ്. അതൊന്നും നമുക്കങ്ങനെ ഒരു ഗ്രാമർ വെച്ച് പറയാൻ പറ്റുന്നതല്ല. ഹാപ്പനിങ് സംഭവിച്ചു. എൻ്റെ മകനായിട്ട് ആസിഫ് അഭിനയിച്ചു. എനിക്ക് പറക്കാതെ പോയ മകനായിട്ട് അങ്ങനെ ഒരുപാട് മക്കളുണ്ടാകാനുള്ള കഥാപാത്രങ്ങൾ തന്ന തിരക്കഥാകൃത്തുക്കളുണ്ടായി. അത് തന്നെയാണ് ഒരു നടനുള്ള ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഭാഗ്യം. പിറക്കാതെ പോകുന്ന മക്കളെ തരുന്നതാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും. പക്ഷെ അവരാരും നമ്മൾ വിട്ടുപോകുന്നില്ല. ആസിഫ്, ഞാൻ അവസാനം അഭിനയിച്ച സിനിമ രാജീവ് രവിയുടെ അവസാനമാണെന്ന് അറിഞ്ഞൂടാ, പുള്ളി എന്നെ നടത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ രാജസ്ഥാനിൽ ഷൂട്ട് നടക്കുക. ആസിഫിനെ ഞാൻ പറ്റിച്ചു. കുറ്റവും ശിക്ഷയും എന്താ, നിങ്ങൾക്ക് മാത്രമാണോ കുറ്റമുള്ളത്? ശിക്ഷ വിധിക്കാനും എനിക്കറിയാം, ഉണ്ടായിരുന്നോളാം ജഡ്ജി. അപ്പോൾ ഈ മനുഷ്യർ ജയ്പൂരിൽ നിന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. ഞാൻ അതിനു മുമ്പ് ദയ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ജയ്സാൽമർ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെയും ഭാരതത്തിൻ്റെയും അതിർത്തിയിൽ നിന്ന് അഭിനയിച്ച് തുടങ്ങിയവനാണ് ഞാനൊരു പട്ടാള വേഷവും കെട്ടിയിട്ടില്ല. ഞാൻ പോലീസ് വേഷം മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവർ പോലീസ് വേഷം കെട്ടാൻ വന്നവരാ, ആസിഫും സംഘവും. ഇവരെ ഞാൻ ഒരുപാട് ജയ്പൂർ ഭാഗം കഴിഞ്ഞിട്ട് ഒരു മണ്ണാരണ്യത്തിൽ കൊണ്ട് യാത്ര ചെയ്യാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയാവുന്നുള്ള എൻ്റെ ഭാവനയിൽ തോന്നിയ കുറേ കഥകൾ ആസിഫ് വിശ്വസിച്ചു, കൂടെ വന്ന സുഹൃത്തുക്കളൊക്കെ വിശ്വസിച്ചു. അപ്പോഴാണ് രാജീവിൻ്റെ കോള് വരുന്നത്, കോവിഡ് പകരെയാണ്, തിരിച്ചു വരണം. അതിങ്ങനെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിങ്ങളെ കൊണ്ട് സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കഥ പറയാൻ എനിക്ക് നല്ല മിടുക്കുണ്ട്, പക്ഷെ എനിക്ക് സംവിധാനം ചെയ്യാനുള്ള മിടുക്കില്ല. അഭിനയിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ജിസ് മോൻ ജോയ് എന്ന് പറയുന്ന സംവിധായകൻ എന്നെ അഭിനയിക്കാൻ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിസ് മോൻ ജോയ്. തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ മകനെ തേച്ചുകൊണ്ട് പോയ നായികയാണ്. സന്തോഷം, എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയതിലും ഇങ്ങനെ തേക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് ഈ വേഷം കെട്ടത്, ഞാനൊരു ജുബ്ബ ഇട്ടാ വന്നത്. പക്ഷെ എനിക്ക് തോന്നി എന്നെ കിളവനാക്കി കളയാൻ വേണ്ടി
കിടപ്പ് രോഗിയൊക്കെ കളയാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ടീഷർട്ട് ഇട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ടീഷർട്ടാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഈ ടീഷർട്ട് ഞാൻ അവിടെ കൊടുത്ത് പൈസ പോയി തിരിച്ചു. താങ്ക് യു സോ മച്ച്. ഈ സിനിമയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും. Thank you so much, sir.